സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല, അത് നമ്മുടെ ശരിയാണ്. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം തോന്നാത്ത ആളുകൾ നിങ്ങളൊരു മോശം വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലതെല്ലാം നമ്മളിലേക്ക് താനെ എത്തിച്ചേരേണ്ടതാണ്, എന്നാൽ മറ്റു ചിലത് നാം നേടിയെടുക്കേണ്ടതും. എത്തിച്ചേരേണ്ടത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തും. നേടിയെടുക്കേണ്ടത് സമയം കഴിയുന്നതിനു മുമ്പേ നേടിയെടുക്കുകയും വേണം. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒരു നാൾ നമ്മളെ തേടി വരും. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നമ്മെ തേടി വരും. അതാണ് ജീവിതം. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. അത് സത്യമാണോ? അത് ആവശ്യമാണോ? അത് ദയയുള്ളതാണോ? വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. മടുപ്പില്ലാത്ത അടുപ്പത്തോടെ കഴിയാൻ ഒരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. വഴക്കിടാനൊക്കെ 100 കൂട്ടം കാരണങ്ങൾ കിട്ടും. ക്ഷമിക്കാം, എന്നാൽ അതിലെ പാഠം പഠിച്ചിരിക്കണം. വെറുക്കരുത്, എന്നാൽ വീണ്ടും വേദനിക്കാതിരിക്കാൻ കൂടുതൽ അടുപ്പത്തിന് പോകരുത്. കാരണം നമ്മൾ ക്ഷമിക്കുന്നത് ഒരിക്കലും നമ്മുടെ മണ്ടത്തരമാകരുത്.